أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإذا نفخ في الصور فلا أنساب بينهم يومئذ ولا يتساءلون. فمن ثقلت موازينه فأولئك هم المفلحون ومن خفت موازينه فأولئك الذين خسروا أنفسهم في جهنم خالدون. تلفح وجوههم النار وهم فيها كالحون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1130 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ മുഅ്മിനൂനിലെ 101 മുതൽ 104 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഇദാ നുഫിഖ ഫിസ്സൂരി ഫലാ അൻസാബ ബൈനഹും യൗമഇദിൻ വലാ യതസാഅലൂൻ. ഫമൻ തഖലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ ومن خفت موازينه فأولئك الذين خسروا أنفسهم في جهنم خالدون. تلفح وجوههم النار وهم فيها كالحون. صدق الله العلي العظيم. സൂറത്തുൽ മുഅ്മിനൂനിലെ 101 മുതൽ 104 വരെയുള്ള ആയത്തുകളാണ് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സത്യനിഷേധികൾ മരണം അവരെ സമീപിക്കുന്ന ഘട്ടത്തിൽ, അവർക്ക് മരണം ആസന്നമാവുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് ഒരു തിരിച്ചറിവോടുകൂടി ഒരു കാര്യം വിളിച്ചു പറയും എന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച ഭാഗത്ത് ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായത്. അവർ പറയുന്നത് റബ്ബിർജിഊൻ എന്നാണ്. റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്. ഇങ്ങനെയാണ് അവർ പറയുക, എന്റെ നാഥ, നീ എന്നെ തിരിച്ചയക്കണമേ. ഞാൻ എവിടെയാണോ കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടിയിരുന്നത്, കർമ്മങ്ങൾ ചെയ്യാതെ വിട്ടേച്ചു പോന്നത്, ആ ഇടത്തേക്ക് തന്നെ നീ എന്നെ തിരിച്ചയക്കണമേ. ഞാന് സ്വാലിഹായ കർമ്മങ്ങള്, സ്വാലിഹായ അമലുകള് ചെയ്യാം. ഞാൻ പോയി വീണ്ടും സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്യട്ടെ എന്ന നിലക്കാണ് സത്യനിഷേധികൾ അവരെ മരണം സമീപിക്കുന്ന ഘട്ടത്തിൽ അവർക്കുണ്ടാവുന്ന ഒരു ഞെട്ടലോടെയുള്ള ഒരു തിരിച്ചറിവ്, ആ ഒരു സന്ദർഭത്തിൽ അവര് പറയുക അങ്ങനെയാണ്, തിരിച്ചയക്കണമേ എന്നാണ്. അത് ആവർത്തിച്ച് അവര് കരഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കും, റബ്ബേ, എന്നെ നീ തിരിച്ചയക്കണമേ, ഞാൻ പോയി വല്ലതൊക്കെ ചെയ്യട്ടെ, വല്ല നല്ല കർമ്മങ്ങളും ചെയ്യട്ടെ എന്ന്. അത് മരണം അവരെ പിടികൂടുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായൊരു ബോധ്യം
യാഥാർത്ഥ്യം എന്തായിരുന്നു? തങ്ങള് പിന്തുടർന്നിരുന്ന പാത ഏതായിരുന്നു എന്നത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പറയലാണ്. അവര് പിന്തുടർന്നിരുന്ന ആ ജീവിത പാതയിൽ നിന്ന് ബഹുദൂരം അകലെയായിരുന്നു യഥാർത്ഥത്തിൽ അവർ പിന്തുടരേണ്ടിയിരുന്ന സത്യാധിഷ്ഠിതമായ പാത എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പോ നേരിടേണ്ടിയിരിക്കുന്നത് വളരെ വലിയ ഭവിഷ്യത്തുകളാണ്, വളരെ വലിയ അനന്തരഫലങ്ങളാണ് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ഞെട്ടല് പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംസാരമാണിത്. റബ്ബിർജിഊൻ എന്ന സംസാരം. ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്. എന്നാൽ അതൊരിക്കലും സംഭവിക്കുകയില്ല. കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹ. അള്ളാഹു പറഞ്ഞ ഒരിക്കലും ഇല്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. അത് വെറും ഒരു സംസാരം മാത്രമാണ്, അവരുടെ വായിൽ നിന്ന് ഉതിർന്നു വരുന്ന ഒരു സംസാരം മാത്രമാണത്. അവരെ ഈ ഐഹിക ലോകവുമായി വേർപിരിക്കുന്ന ഒരു തടസ്സം, ഒരു മറ അവരുടെ മുന്നിൽ അതിനകം വന്നു പെട്ടിട്ടുണ്ടാവും. ആ മറക്ക് ഇപ്പുറത്തായിട്ടാണ് അവര് അന്ത്യനാളില് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് വരെ ഉണ്ടാവുക. ഐഹിക ലോകത്ത് എന്തെങ്കിലും പ്രയോജനപ്പെടുത്താൻ, സമയം ഉപയോഗപ്പെടുത്താൻ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ വ്യയം ചെയ്യാൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയത്നത്തിൽ ഏർപ്പെടാൻ ഒക്കെ ആഗ്രഹം അവർക്ക് ആ ഘട്ടത്തിൽ ഉണ്ടാവും. പക്ഷെ ഒരു തിരിച്ചുപോക്ക് ഒരിക്കലും തന്നെ അവർക്ക് സാധ്യമല്ല. ജഡികതയുടെ ലോകത്തേക്കുള്ള തിരിച്ചുവരവ് അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അങ്ങനെ ഒരു അവസരം ഉണ്ടാവുന്നേ ഇല്ല. അവർക്കിടയിൽ ഭൗതിക ജീവിതത്തിൽ നിന്ന് അവരെ വേർപെടുത്തുന്ന, അവരെ വേർതിരിക്കുന്ന ഒരു മറ രൂപപ്പെട്ടു വന്നിട്ടുണ്ടാകും. അവർക്ക് പിന്നെ ഭൂമിയിലെ ഭൗമ ജീവിതം എന്നൊരു സംഗതിയിലേക്കുള്ള തിരിച്ചുപോക്ക് സാധ്യത. പിന്നീട് അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് വരെ ആ മറക്കപ്പുറത്താണ് അവരുണ്ടാവുക എന്ന് പറഞ്ഞല്ലോ. അതിനുശേഷം ഇന്ന് നമ്മൾ വായിച്ച ആയത്തുകൾ നോക്കുക. ഫൈദാനുഫിഖഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെടുകയാണ്. അങ്ങനെ കാഹളത്തിൽ ഊതപ്പെടുന്നത് അത് ലോകാവസാനത്തോടു കൂടി സംഭവിക്കുന്ന കാര്യമാണ്. കാഹളത്തിൽ ഊതപ്പെടുന്ന ഒന്നാമത്തെ ഊത്തോടു കൂടി എല്ലാ ജീവജാലങ്ങളും മനുഷ്യരും ഒക്കെ മരിച്ചു പോവുകയാണ്. മറ്റൊരു ഊത്തിന്റെ, കാഹളത്തില് മറ്റൊരു ഊത്തിന്റെ അവസരം വരുമ്പോഴാണ് അവർക്ക് വീണ്ടും പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നത്. അപ്പൊ ഈ കാഹളത്തില് ഊതപ്പെടുന്നതോടുകൂടി ഫൈദാ നുഫിഖ ഫിസ്സൂർ, പിന്നെ ഫല അൻസാബ ബൈനഹും, അവർക്കിടയിൽ യാതൊരു ബന്ധവുമില്ല, യാതൊരു നിലക്കുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സംഗതി പിന്നെ പ്രവർത്തനക്ഷമമാവുകയില്ല. ഓരോരുത്തരും വ്യക്തികൾ മാത്രമാണ്. അച്ഛനും അമ്മയും മക്കളും ഭാര്യയും അതുപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് ഈ ഐഹിക ലോകത്ത് ജീവിച്ചിരുന്ന ആളുകൾ കാഹളത്തിൽ ഊതപ്പെടുന്നതോടുകൂടി പിന്നെ അള്ളാഹുവിന്റെ മുന്നില് ഹാജരാക്കപ്പെടുന്നത് വ്യക്തികളായിട്ടാണ്. അവിടെ പിന്നെ കുടുംബ ബന്ധമോ ഏതെങ്കിലും നിലക്കുള്ള ബന്ധമോ ഒന്നുമില്ല. അതിനൊന്നും പ്രസക്തിയില്ല, അതൊന്നും വർക്ക് ചെയ്യില്ല. ആരും ആരുടെയും മക്കളും ഭാര്യയും അല്ലെങ്കിൽ സഹോദരനും സഹോദരിയും ഒന്നും ആവാതിരുന്നത് കൊണ്ടല്ല. പക്ഷെ അതൊന്നും ഒരു നിലക്കും ആർക്കും ഉപകരിക്കുന്ന വിധത്തിലുള്ളതാവുകയില്ല. ഐഹിക ലോകത്ത് മക്കൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, അടുത്ത സുഹൃത്തുക്കൾക്ക് വേണ്ടിയൊക്കെ നമ്മളെല്ലാവരും പ്രയത്നിക്കാറുണ്ട്. അത്തരം പ്രയത്നങ്ങള് ഒന്നും സാധ്യമല്ലാത്ത, അത്തരം ബന്ധങ്ങൾ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഒന്നും കിട്ടുകയില്ലാത്ത ഒരവസ്ഥയായിരിക്കും കാഹളത്തിൽ ഊതപ്പെടുന്നതോടുകൂടി സംജാതമാവുക. ഫൈദാ നുഫിഖ ഫിസ്സൂർ ഫലാ അൻസാബ ബൈനഹും. അൻസാബ് എന്ന് പറഞ്ഞ നസബിന്റെ ബഹുവചനം.
കുടുംബ ബന്ധം അല്ലെ രക്തബന്ധം അതുപോലെയുള്ള ബന്ധങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്, റിലേഷൻഷിപ്പാണ്. അപ്പൊ കാഹളത്തിൽ ഊതപ്പെടുന്നതോടുകൂടി പിന്നെ ബന്ധങ്ങളില്ല. ഓരോരുത്തരും സ്വന്തം ഹിസാബിന്റെ കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് അവരുടെ ആലോചന. മറ്റുള്ളവരെ കുറിച്ച് ആലോചിക്കാൻ ഒരാൾക്കും സമയമില്ല. ഒരാൾക്കും മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയില്ല. അങ്ങനെ ഒരു സംഗതിയിലേക്ക് തിരിയാൻ അയാൾക്ക് സാവകാശം കിട്ടുകയുമില്ല. ഫല അൻസാബ ബൈനഹും യൗമഇദിൻ. ആ ദിവസത്തിന്റെ ഒരു പ്രത്യേകത അതാണ്. ഫല അൻസാബ ബൈനഹും യൗമഇദിൻ വലാ യതസാഅലൂൻ. അവർ പരസ്പരം അന്വേഷിക്കുക പോലുമില്ല. ഇങ്ങനെ ഒരാളുണ്ടായിരുന്നല്ലോ നമ്മളുടെ കൂട്ടത്തില്, എന്താണ് അയാളുടെ അവസ്ഥ, അയാൾ എവിടെ എത്തി, അയാൾക്ക് സ്വർഗത്തിലെത്താൻ സാധ്യതയുണ്ടോ അതോ നരകത്തിലേക്ക് തന്നെ പോവേണ്ടി വരുമോ, ഇങ്ങനെയൊന്നുള്ള ചോദ്യങ്ങൾക്ക് പോലും അവസരമില്ലാത്ത വിധത്തിലാണ് അന്ന് ഓരോരുത്തരുടെയും മാനസിക അവസ്ഥ ഉണ്ടാവുക. കാരണം സ്വന്തം കാര്യം തന്നെ വല്ലാത്ത വെപ്രാളത്തിലായിരിക്കുന്ന ഘട്ടത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരെ കുറിച്ച് ആലോചിക്കുകയോ അവരെ കുറിച്ച് അന്വേഷിക്കുകയോ ഒന്നും ചെയ്യുന്നതിന് സാധിക്കുകയില്ല. എല്ലാവരും സ്വന്തം കാര്യത്തിലുള്ള ഓട്ടത്തിലാണ്, വെപ്രാളത്തിലാണ്, ബേജാറിലാണ്. ഫലാ അൻസാബ ബൈനഹും യൗമഇദിൻ വലാ യതസാഅലൂൻ. പരസ്പരം അവർ ചോദിക്കുക പോലുമില്ല, ചോദിക്കാൻ പോലും കഴിയുന്ന അവസ്ഥയിലാവുകയില്ല അവർ. ഭൂമുഖത്ത് നമ്മള് കട്ട കൂട്ടുകെട്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നവരുണ്ടാവും. ഒരു കാര്യത്തിലും വേർപിരിയാതെ ഒരുമിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന അത്രയും അടുത്ത സൗഹൃദം ഒക്കെ ആയിരുന്നവരുണ്ടാവും. വിവാഹബന്ധവും മക്കള് മാതാപിതാക്കള് അങ്ങനെയുള്ള ബന്ധങ്ങൾ, അടുത്ത ബന്ധുക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ, ഇതൊക്കെ തന്നെ വളരെ ഊഷ്മളമായ ബോണ്ടിങ് ആണ് നമ്മുടെ ഭൗതിക ലോകത്ത് പ്രവർത്തനക്ഷമമായി പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജീവിതത്തിന് അർത്ഥം പകരുന്ന വലിയൊരു ഒരു പ്രതിഭാസം ഈ ഒരു ബോണ്ടിങ് ആണ് എന്നുള്ളതും നമുക്കറിയാം. ജീവിതം മീനിങ് ഫുൾ ആയി മാറുന്നത് ഇപ്പോ വയനാട്ടിലുണ്ടായ പ്രകൃതിക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ ചില ആളുകള് അവരുടെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ആ പ്രകൃതിക്ഷോഭത്തില് മരിച്ചുപോയ ഒരു അവസ്ഥയില് അവരെ സംബന്ധിച്ചിടത്തോളം ഇനി ജീവിതം എന്തിന് എന്നത് പോലും അറിയാത്ത വല്ലാത്ത നിരർത്ഥകമായ ഒരു അവസ്ഥയിലാണ് അവരുള്ളത് എന്ന് അവർ വെളിപ്പെടുത്തിയത് നമ്മൾ കേൾക്കുകയുണ്ടായതാണ്. ഇവരൊക്കെ പോയതിനു ശേഷം നമുക്കിനി എന്തിന് ജീവിതം എന്ന വിധത്തിൽ ആലോചിക്കുന്ന ആളുകൾ. അപ്പൊ ജീവിതത്തിന് അർത്ഥം പകരുന്ന, ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. എന്നാൽ കാഹളത്തിൽ ഊതപ്പെടുന്നതോടുകൂടി വല അൻസാബ ബൈനഹും യൗമഇദിൻ വലാ യതസാഅലൂൻ. അന്നാളിൽ പിന്നെ ബന്ധങ്ങള് അവശേഷിക്കുന്നില്ല. ആർക്കും ആരുമായുള്ള ബന്ധത്തിന്റെയും പേരിൽ ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സമയമല്ല. അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നേ ഇല്ല. പിഞ്ചു പൈതല് ഒക്കെയുള്ള ആളുകള് സ്വന്തം ജീവന് പോലും അപകടപ്പെടുത്തിക്കൊണ്ട് കുട്ടികളുടെ, പിഞ്ചു പൈതലായ മക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രയത്നിക്കും ഈ ലോകത്ത്. പക്ഷെ അവിടെ അതും സാധ്യമല്ല. സ്വന്തം കൈകളിൽ ഉണ്ടായിരുന്ന പിഞ്ചു മക്കള് അവരുടെ കാര്യത്തെക്കുറിച്ച് പോലും ആലോചിക്കാനോ തിരക്കാനോ ഒന്നും പറ്റാത്ത അത്രയും വലിയ ഡിസ്ട്രാക്ഷൻ ഓരോരുത്തരെയും പിടികൂടിയിട്ടുണ്ടാകും. ഫലാ അൻസാബ ബൈനഹും. അവർക്കിടയിൽ യൗമഇദിൻ അന്നാളിൽ പിന്നെ ബന്ധങ്ങൾ അവശേഷിക്കുന്നില്ല. വലാ യതസാഅലൂൻ. അവർ പരസ്പരം ഓരോരുത്തരുടെയും കാര്യം, അവസ്ഥ ആരായുന്നില്ല, തിരക്കുന്നില്ല. വമൻ ഖഫ്ഫത് മവാസീനുഹു ഫഉലൈക അല്ലദീന ഖസറു അൻഫുസഹും ഫീ ജഹന്നം ഖാലിദൂൻ. എന്നാൽ അല്ലാഹു അതിന്റെ മുമ്പൊരു ആയത്തിൽ പോയി വമൻ സഖലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആ നാളിൽ പിന്നെ
ബന്ധങ്ങളെ കുറിച്ചുള്ള ആലോചനയില്ല, അന്വേഷണമില്ല. അടുത്ത രക്തബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും അതിനെക്കുറിച്ചൊന്നും പരസ്പരം ചോദിക്കാൻ പോലും ഒരാൾക്കും പറ്റാത്തൊരവസ്ഥ. അത്രയും വലിയ ഭയവിഹ്വലതയുടെയും വെപ്രാളപ്പെടലിന്റേതുമായ ഒരു അവസ്ഥയാണ്. ബന്ധങ്ങളില്ലാത്തത് കൊണ്ടല്ല, ബന്ധങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ ആ ബന്ധങ്ങളൊന്നും പ്രവർത്തനക്ഷമമാവുകയില്ല. പരസ്പരം എന്തെങ്കിലും ഉപകാരം ചെയ്തു കൊടുക്കാൻ, പരസ്പരം അവരുടെ കാര്യം ചോദിച്ചറിയാൻ പോലും പറ്റാത്ത വിധത്തില് അത് പ്രയോജനരഹിതമായിട്ട് മാറിയിട്ടുണ്ടാകും. ആ നാളിൽ ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ഓരോരുത്തരുടെയും മീസാന്റെ തൂക്കം, അത് മാത്രമാണ് ഓരോരുത്തരുടെയും കൺസേൺ. ഫമൻ സഖുലത്ത് മവാസീനുഹു, അന്ന് ആരുടെ മവാസീനാണോ, ആരുടെ കർമ്മങ്ങളുടെ തൂക്കമാണോ, ആരുടെ തുലാസിന്റെ തട്ടാണോ തൂങ്ങി നിൽക്കുന്നത്, കനം തൂങ്ങുന്നത്. ഫമൻ സഖുലത്ത് മവാസീനുഹു, ആരുടെ മവാസീനാണ് സഖീലായിട്ട് അനുഭവപ്പെടുന്നത്, ഭാരമുള്ളതായിട്ട് അനുഭവപ്പെടുന്നത്. ഇവിടെ നല്ല കർമ്മങ്ങളുടെ ഭാരമാണ് ഉദ്ദേശിക്കുന്നത്. നല്ല കർമ്മങ്ങളുടെ തൂക്കം, ഓരോരുത്തരുടെയും സൽക്കർമ്മങ്ങളുടെ തൂക്കം മുന്നിട്ട് നിൽക്കുന്നത് ആരുടെ കാര്യത്തിലാണോ, ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ മാത്രമാണ് വിജയികൾ. ആരുടെയൊക്കെയാണോ മവാസീൻ സഖീലായിട്ട് തൂക്കമുള്ളതായിട്ട് അനുഭവപ്പെടുന്നത്, ആരുടെയൊക്കെ സൽക്കർമ്മങ്ങളുടെ തട്ടാണോ അവരുടെ ദുഷ്കർമ്മങ്ങളുടെ തട്ടിനേക്കാൾ ഭാരമുള്ളതായിട്ട് അനുഭവപ്പെടുന്നത്, അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു സന്തോഷ വാർത്തയാണ്. അവരാണ് വിജയികൾ. എന്നാൽ ചിലരുടെ കർമ്മങ്ങൾ, അവരുടെ സൽക്കർമ്മവും ദുഷ്കർമ്മവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ദുഷ്കർമ്മങ്ങൾ വളരെ കൂടുതലും ആ ദുഷ്കർമ്മങ്ങളുടെ തട്ട് വളരെ ഭാരിച്ചതും സൽക്കർമ്മങ്ങളുടെ തട്ട് വളരെ ഭാരം കുറഞ്ഞതുമായിട്ട് ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെയുള്ള ആളുകളുടെ കാര്യത്തില് അവര് വല്ലാത്ത പരാജയമാണ് ആ ഘട്ടത്തിൽ നേരിടാൻ പോകുന്നത്. ഫമൻ സഖുലത്ത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, ആരുടെ സൽക്കർമ്മങ്ങളുടെ തുലാസാണോ, തുലാസിന്റെ തട്ടാണോ കനം തൂങ്ങി നിൽക്കുന്നത്, അവരാണ് വിജയികൾ. അവർ മാത്രമാണ് വിജയികൾ. വമൻ ഖഫത്ത് മവാസീനുഹു, എന്നാൽ ആരുടെ തുലാസിന്റെ തട്ടുകളാണോ എന്ന് പറഞ്ഞാൽ സൽക്കർമ്മങ്ങളുടെ തുലാസിന്റെ തട്ടുകളാണോ കനം കുറഞ്ഞു നിൽക്കുന്നത്, ഫഉലൈക അല്ലദീന ഖസിറു അൻഫുസഹും, ഈ കൂട്ടര് അവര് സ്വയം നഷ്ടപ്പെടുത്തിയവരായിരിക്കും. ഫീ ജഹന്നം ഖാലിദൂൻ, അവര് നരകത്തിലായിരിക്കും, അതും എന്നെന്നും നരകത്തിലായിരിക്കും. ഇതാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. രണ്ട് വിഭാഗം ആളുകളായിട്ട് വേർപിരിയാണ്. ചിലരുടെ തുലാസിന്റെ സൽക്കർമ്മങ്ങളുടെ തട്ട് വളരെ ഭാരിച്ചതായിട്ട് കനം തൂങ്ങി നിൽക്കും, അവരാണ് വിജയികൾ. വേറെ ചിലരുടേത് സൽക്കർമ്മങ്ങളുടെ തട്ട് വളരെ ഭാരം കുറഞ്ഞതായിരിക്കും, വളരെ ഹഫീഫായിരിക്കും. അവര് നരകത്തിനു വേണ്ടി സ്വയം നഷ്ടപ്പെടുത്തിയവരാണ്. ഉലൈക അല്ലദീന ഖസിറു അൻഫുസഹും, അവര് സ്വയം നഷ്ടപ്പെടുത്തിയവരാണ്, സ്വന്തം ആത്മാക്കളെ നഷ്ടമാക്കിയവരാണ്. എന്തിനു വേണ്ടി, ആർക്കാണ് എന്നിട്ട് ആ ആത്മാക്കള് പ്രയോജനപ്പെട്ടിട്ടുള്ളത്? അത് ഫീ ജഹന്നം, നരകത്തിലാണ്. നരകത്തിനല്ലാതെ, നരകത്തിന്റെ ഇന്ധനമായി മാറാനല്ലാതെ അത് പ്രയോജനപ്പെട്ടിട്ടുണ്ടാവില്ല. ഈ ജഹന്നം ഖാലിദൂൻ, അവര് നിത്യമായിട്ട് നരകത്തിൽ വസിക്കേണ്ടവരായിരിക്കും. ഈ വിധത്തിലാണ് കാര്യങ്ങൾ വേർപിരിയ. അപ്പൊ ആ ദിനത്തിന്റെ ഒരു പ്രത്യേകത, അന്ന് ബന്ധങ്ങൾ അവശേഷിക്കുന്നില്ല. സൗഹൃദമായാലും രക്തബന്ധമായാലും കുടുംബബന്ധമായാലും അതിനൊന്നും യാതൊരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. പരസ്പരം സുഖക്ഷേമങ്ങൾ അന്വേഷിക്കുന്ന ഒരവസ്ഥ പോലും അവശേഷിക്കുകയില്ല. തൽഫഹു വുജൂഹഹും അന്നാർ,
നരകാഗ്നി അവരുടെ മുഖങ്ങളെ കരിച്ചു കളയും, അല്ലെങ്കിൽ അവരുടെ മുഖങ്ങളുടെ ചർമ്മങ്ങളെ വിഴുങ്ങിക്കളയും. അതാണ് ഉണ്ടാവുക. നരകത്തിന്റെ തീയേറ്റ് അവരുടെ മുഖങ്ങളുടെ ചർമ്മങ്ങൾ കരിഞ്ഞ് ചർമ്മം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കും മുഖങ്ങൾ ഉണ്ടാവുക. വഹും ഫീഹ കാലിഹൂൻ. അപ്പൊ എങ്ങനെ ഉണ്ടാവുമെന്ന് സങ്കല്പിച്ചു നോക്കിയാൽ മതി. തീയേറ്റ് നേരിട്ട് തീയുടെ നാളം അല്ലെങ്കിൽ തീയുടെ ജ്വാല ഏറ്റിട്ട് ഒരാളുടെ മുഖത്തിന്റെ തൊലി ചർമ്മം വെന്തുരുകി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾ കാഴ്ചയിൽ എങ്ങനെ ഉണ്ടായിരിക്കും? അതാണ് പിന്നീട് അല്ലാഹു സൂചിപ്പിക്കുന്നത്. വഹും ഫീഹ കാലിഹൂൻ. അവരതില് ആ നരകത്തില് ഇളിക്കുന്നവരായിട്ടായിരിക്കും ഉണ്ടാവുക. പല്ലുകളുടെ സ്ഥാനം ഡിസ്പ്ലേസ്ഡ് ആയിട്ട് കാണിക്കപ്പെടുന്ന ഒരു അവസ്ഥയെ കുറിച്ചാണ് കലഹ എന്ന അറബിയിൽ പറയുന്നത്. ഒരു ആടിനെയൊക്കെ നമ്മൾ ഒന്നായിട്ട് അതിന്റെ കുടൽമാലകളൊക്കെ ഒഴിവാക്കിയിട്ട് ശേഷം ഒരുമിച്ചങ്ങ് വേവിക്കുമ്പോൾ അതിന്റെ ചർമ്മം വെന്തുരുകി പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും കാഴ്ചയിൽ? അതിനാണ് അറബി ഭാഷയിൽ കാലിഹ് എന്ന് പറയുന്നത്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ഈ ആയത്തിലെ കാലിഹ് എന്ന വാക്കിനെ കുറിച്ച് സംശയം ചോദിച്ചവരോട് അദ്ദേഹം നൽകിയ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മറുപടി ഇങ്ങനെയാണ്: അലം തറ ഇല റഅസിൽ മുശീത്ത് എന്നാണ്. തീയിലിട്ട് കത്തിച്ച ഒരു ആടിന്റെ തല നിങ്ങൾ കണ്ടിട്ടില്ലേ എന്നാണ് മറുചോദ്യം. അപ്പൊ അതുപോലെ ഇരിക്കും എന്നർത്ഥം. മുഖത്തിന്റെ ചർമ്മം അങ്ങ് ഉരുകിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കാണുന്ന കാഴ്ച എങ്ങനെയായിരിക്കും? അതുപോലെ ആയിരിക്കും അവരവിടെ ഉണ്ടാകും. വഹും കാലിഹൂൻ വഹും ഫീഹ കാലിഹൂൻ. ആ നരകത്തില് അവര് മുഖത്തിന്റെ ചർമ്മം നഷ്ടപ്പെട്ട് പല്ലിളിക്കുന്ന പോലെയാണ് അവർ കാണപ്പെടുക. അവരുടെ മുഖത്തിന്റെ ചർമ്മത്തെ ഈ അഗ്നി വിഴുങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാകും. നരകാഗ്നി അവരുടെ മുഖത്തെ വേവിച്ച് കളഞ്ഞിട്ടുണ്ടാവും. അതിന്റെ ചർമ്മം ഉരുകിപ്പോയിട്ടുണ്ടാവും. പിന്നീട് അവരിങ്ങനെ ഇളിക്കുന്നതാണ്, പല്ലുകൾ ഇങ്ങനെ ഇളിച്ചു കാണിക്കുന്ന ഒരു ചിത്രമാണ് അവരെ നിരീക്ഷിക്കുന്നവർക്ക് കാണാൻ സാധിക്കുക. ഇതായിരിക്കും അവസ്ഥ. അല്ലാതെ അവരാവശ്യപ്പെട്ട വിധത്തില് ഭൂമുഖത്തേക്ക് അവരെ വീണ്ടും തിരിച്ചയക്കപ്പെടുകയോ കർമ്മങ്ങൾ ചെയ്യാൻ ഒരു അവസരം ഒരിക്കൽ കൂടി നൽകപ്പെടുകയോ ഒന്നും ചെയ്യൂല. അവർക്കുള്ള എല്ലാ സാധ്യതകളും അടഞ്ഞു കഴിഞ്ഞു. ഭൗതിക ലോകവുമായി അവരെ പൂർണ്ണമായി വേർപെടുത്തപ്പെട്ടു. അവർക്കിടയിൽ ഒരു മറ വന്നു വീണു. ഇതായിരിക്കും അവസ്ഥ. പിന്നീട് കാഹളത്തിൽ ഊതപ്പെടുമ്പോ ഉണ്ടാകുന്ന ഒരു കാഴ്ച ഇതാണ്. അന്ന് ഓരോരുത്തരുടെയും കർമ്മങ്ങളുടെ തൂക്കം കണക്കാക്കപ്പെടുന്ന ഒരു കാര്യമാണ് നടക്കുന്നത്. ആരുടെ സൽക്കർമ്മങ്ങളാണോ കനം തൂങ്ങി നിൽക്കുന്നത് അവരാണ് വിജയികളായിട്ടുണ്ടാവുക. ആരുടെ സൽക്കർമ്മങ്ങളാണോ കനം കുറഞ്ഞു നിൽക്കുന്നത് അവര് സ്വയം നരകത്തിനായിട്ട് നഷ്ടപ്പെടുത്തിയവരാണ്. ആ നരകത്തിലാണ് പിന്നീട് അവര് നിത്യമായിട്ട് വസിക്കാനുള്ളത്. നരകം അവരുടെ മുഖങ്ങളെ കരിച്ചു കളയും, മുഖത്തിന്റെ ചർമ്മത്തെ ഉരുക്കിക്കളയും. അങ്ങനെ അവര് പല്ലിളിക്കുന്ന ഒരവസ്ഥയിലായിരിക്കും കാണപ്പെടുക. ഇതാണ് ഈ നിഷേധികളുടെ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് അള്ളാഹു യാതൊരു സംശയത്തിനും ഇടമില്ലാത്ത വിധത്തിൽ വളരെ കൃത്യതയോടെ വളരെ ഗ്രാഫിക്കായിട്ടൊരു ചിത്രം വരച്ച് നമ്മളെ അറിയിക്കുകയാണ്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ മുഅ്മിനൂനിലെ 101 മുതൽ 104 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.